രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ബസുക്ക തിയേറ്ററിൽ റിലീസ് ചെയ്ത് രാവിലത്തെ ഷോയ്ക്ക്, അത് നമ്മൾ മോർണിംഗ് ഷോയ്ക്കും ശരിക്കും മാറ്റിനിക്കും കണ്ടതിനെക്കാട്ടിലും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ്. അതായത് ഹൗസ്ഫുൾ ഷോസ് ആണ്. ഫസ്റ്റ് ഷോയ്ക്കും ഏതാണ്ട് സെക്കൻഡ് ഷോയ്ക്കും പലയിടത്തും തേർഡ് ഷോസ് വരെ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ചില മെയിൻ സെൻറ്ററുകളിൽ, മെയിൻ സെൻറ്ററുകളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു മെയിൻ സിറ്റി ആയിട്ടുള്ള പ്രദേശമൊന്നുമല്ല, അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമാന്യം തിരക്കുള്ള ചില ഏരിയകളിൽ പോലും 2 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുന്ന 2 തിയേറ്ററുകളിലും ഏതാണ്ട് ഹൗസ്ഫുള്ളോടുകൂടിയാണ് ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പല തിയേറ്ററുകളിലും ഞാൻ പറഞ്ഞ കണക്ക് തേർഡ് ഷോസ് വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ കണക്ക് ഇന്ന് വരെ മലയാള സിനിമയിൽ പറയാത്ത രീതിയിലുള്ള ഒരു കഥയാണ് ബസുക്കയുടെ കഥ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കണക്ക് ഒരുപാട്, അല്ലെങ്കിൽ നമ്മൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില സർപ്രൈസ് കൂടെ ചേർത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു 20-30 മിനിറ്റ് വരുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സ്, അതാണ് ബസുക്ക എന്ന് പറയുന്ന സിനിമ. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബസുക്ക എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പങ്കുവെക്കുമ്പം ചില ആൾക്കാർ ഇന്നലെ മുതൽ ഇന്നലെയൊക്കെ ആയിട്ട് പലരും, അതായത് ഞാൻ മമ്മൂക്കയുടെ ഒരു ആരാധകനായതുകൊണ്ട് ബസുക്കയെക്കുറിച്ച് ഞാൻ നല്ലതേ പറയത്തുള്ളൂ എന്നൊക്കെ ഇന്നലെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഇന്നും അതൊരു സൈക്കോളജിക്കൽ മൂവ് എന്നോ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നോ. അപ്പം അങ്ങനെ പറയുമ്പം എന്നെ പോലുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുമല്ലോ, ഞാൻ മമ്മൂക്കയുടെ സിനിമ നല്ല അഭിപ്രായം പറയത്തുള്ളൂ എന്ന് അവർ മുൻകൂട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് കുഴപ്പമാവുമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ പലർക്കും പലരെയും അറിയില്ല. ഇതുപോലുള്ള നമ്പറുകളും അഭ്യാസങ്ങളും ഒക്കെ അത് അവരുടെയൊക്കെ കയ്യിൽ തന്നെ ഇരിക്കത്തുള്ളൂ. പറയാനുള്ളത് ഞാൻ പറയും ഏത് സിനിമയെക്കുറിച്ചായാലും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിലുള്ളൊരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് ബസുക്ക എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു തിയേറ്റർ റെസ്പോൺസും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ 2 ഷോയെക്കാട്ടിലും കൂടുതൽ തിരക്കിലേക്ക് 3-ാമത്തെയും 4-ാമത്തെയും, അല്ലെങ്കിൽ ഇനി രാത്രി ഒരു 11:59 ഷോസ് വരെ വലിയ രീതിയിലുള്ളൊരു തിരക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ഒറ്റ ക്ലൈമാക്സ് മാത്രം മതി. അതായത് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഒരുപാട് നാളുകൊണ്ട് പറഞ്ഞു കേട്ട പോലെ ഉള്ള ഏതൊക്കെയോ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ്, അതിനകത്തുള്ള പലരുടെയും പ്രകടനങ്ങളും പോലും അതിഗംഭീരമായിട്ട് തന്നെയാണ് അത് എടുത്തു വച്ചിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ നമ്മൾ ആരായാലും കൈയടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് ആ സിനിമയുടെ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം ഏതൊരാൾക്കും ഒരു മോശം സമയം വരുന്ന സമയത്ത്, അതായത് ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും പോലെയുള്ള മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ 2 താരങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും വലിയ 2 താരങ്ങൾ തന്നെയാണ് മമ്മൂക്കയും ലാലേട്ടനും, പകരം വെക്കാനില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും പ്രശംസിച്ച് നടന്നവരും അവരെ വാനോളം പുകഴ്ത്തിയ ആൾക്കാരും ഒക്കെ അവർക്കൊരു മോശം അവസ്ഥ വരുമ്പോഴത്തേക്ക് അവരോട് പെരുമാറുന്ന ചില രീതികൾ കണ്ട് ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, ഇപ്പം മമ്മൂക്കയുടെ ഒരു സിനിമ, മമ്മൂക്കയുടെ ബസുക്ക എന്ന് പറയുന്ന സിനിമ, അതിനോടൊപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ഒരു സിനിമ, അതിനോടൊപ്പം മരണമാസം എന്ന് പറയുന്ന ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമ, ഇത്തരത്തിലുള്ള കുറേ സിനിമകളുടെ ഒരു റിലീസ് ഒരുമിച്ച് വരുന്ന ഒരു സമയത്ത് മലയാള സിനിമയിലെ ഒരു യുവ നടനോട് ആരോ ചോദിച്ചു മലയാള സിനിമയിലെ ഏറ്റവും ആദ്യം കാണാൻ പോകുന്ന സിനിമ ഏതാണെന്ന്. അപ്പോൾ അയാൾ പറയുന്നത് ആലപ്പുഴ ജിംഖാന മറ്റോ കാണുമെന്ന് പറയുന്നത് ഞാനത് കണ്ടില്ല ഇൻ്റർവ്യൂ. പിന്നെ മരണമാസ് കാണും. ബസുക്കയെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും അയാൾക്ക് ബസുക്കയെക്കുറിച്ച് യാതൊരുവിധ മറുപടി ഇല്ലായിരുന്നെന്ന് പറയുന്ന കേട്ട് ഞാൻ സത്യത്തിൽ ആ വീഡിയോ കണ്ടില്ല, കേട്ടറിവ് മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മമ്മൂക്ക ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്കുള്ള വിശ്രമത്തിലിരിക്കുമ്പം അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക ഇപ്പോൾ സജീവമായിട്ട് ഇവിടെ നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും മമ്മൂക്കയുടെ സിനിമയെക്കുറിച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരും, അല്ലെങ്കിൽ സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആരും ഈ ഒരു മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒരു സിനിമയുടെ റിലീസ് വരുന്ന സമയത്ത് ഇങ്ങനെ പെരുമാറാനോ ഇങ്ങനെ പറയാനോ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ സിനിമ ഒന്നും അല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തരുടെ ഓരോ പ്രകടനങ്ങളായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരു മലയാള സിനിമയിൽ ഒരു നടനും ഒരു നടിയും കൂടെ ഇരുന്നിട്ട് ഒരു ചാനലിൽ ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാവമായിരിക്കാം, ഏത് സിനിമയൊക്കെ കാണുന്ന നടൻ അവരോട് ചോദിക്കുന്നു. ഉടനെ അവർ പറയുന്നു ആലപ്പുഴ ജിംഖാന ആദ്യം കാണും, പിന്നെ മരണമാസ് കാണും, വീണ്ടും അപ്പോൾ ബസുക്ക കാണില്ലേ എന്ന് അയാൾ ചോദിക്കുന്നത്. ഈ ആളെന്ന് പറയുന്ന ആൾ കുറച്ച് നാളിന് മുമ്പ് ഒരു നല്ല സിനിമ എടുത്തു എന്നും അത് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്കയോട് ചോദിച്ചെന്നും, പക്ഷെ മമ്മൂക്കയുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കണ്ടതിന് ശേഷം ഇവരെ എല്ലാവരെയും കൂടെ വീട്ടിലേക്ക് വിളിച്ച് ഒരു വിരുന്ന് കൊടുത്തെന്നോ, അല്ലെങ്കിൽ ഒരു ചായ സൽക്കാരം നടത്തിയെന്നോ, അല്ലെങ്കിൽ സ്നേഹമായിട്ട് പെരുമാറി, അതാണ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ ആളുകളായവരൊക്കെ. അപ്പം ഇവരൊക്കെ ആ ചാനലിൽ വന്നിരുന്നിട്ട് ആദ്യം ഈ പറഞ്ഞ ആലപ്പുഴ ജിംഖാന, രണ്ടാമത് മരണമാസ്, പിന്നെ അടുത്ത ദിവസം
അതായത് ഈ 2 സിനിമയും റിലീസിന്റെ ദിവസം കണ്ടതിന് ശേഷം മൂന്നാമത്തെ സിനിമയെ ബസുക്ക അടുത്ത ദിവസം കാണും എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് ഇവർക്കൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം 3 പേരുടെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മമ്മൂക്ക തൽക്കാലം ഒരു വിശ്രമത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇന്ന് വരെയും ഇപ്പം 10-50 വർഷത്തിൻ്റെ മേളിൽ മമ്മൂക്കയും ഏതാണ്ട് 40-46 വർഷത്തിൻ്റെ മേളിൽ ലാലേട്ടനും സിനിമയിലുണ്ട്. ഇവരുടെ 2 പേരുടെ സിനിമയുടെ ഒരു റിലീസ് അടുത്ത് വരുമ്പം ഇന്ന് വരെ സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആരെയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ബസുക്ക റിലീസിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് നടക്കുന്നത് സിനിമാ മേഖലകളിൽ തന്നെയാണ്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കണക്ക് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും ആയിട്ട് വരാൻ മമ്മൂക്കയ്ക്ക് താൽക്കാലികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം തൽക്കാലത്തേക്കൊന്ന് മാറി ഒന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആർക്കും എന്തും പറയാം. നമ്മൾ പറഞ്ഞ കണക്ക് എന്ത് ഗ്രഹണം സമയത്ത് ഞാഞ്ഞൂലും പത്തി വിടർത്തുന്നു അങ്ങനെ കണ്ടൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലൊക്കെ എനിക്കിവിടെ ഓർമ്മ വരുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ചിലപ്പം കഷ്ടിച്ച് 1 മാസത്തിനുള്ളിൽ മമ്മൂക്ക വീണ്ടും തിരിച്ച് സിനിമയിലേക്ക് വരും. അപ്പോഴും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ മമ്മൂക്കയുടെ ഒരു സിനിമയുടെ റിലീസിൻ്റെ സമയത്ത് പറയൂ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാര്യം അങ്ങനെ തീർച്ചയായിട്ടും പിന്നീട് അവർ പറയാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നത്. കാര്യം ഇതിപ്പം ലാലേട്ടൻ്റെ സിനിമയെക്കുറിച്ച് പറയുമോ? ഇല്ല. ലാലേട്ടൻ ഈ ഒരു അവസരത്തിൽ മാറി നിന്നെങ്കിൽ ഇതുപോലെ ചില ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ ചിലപ്പം വിനിയോഗിച്ചെന്ന് വരും എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാവരും സിനിമാ മേഖലകളിൽ നിൽക്കുന്നവരാ. ഇപ്പം മമ്മൂക്കയെ ലാലേട്ടനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ അവരുടെ സിനിമ കാണുന്നവരുടെ കൂട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ പോലുള്ള ആളുകൾക്ക് ഈ സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇപ്പോൾ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒരു സിനിമ റിലീസ് സമയത്ത് ഈ രീതിയിലുള്ള വർത്തമാനങ്ങളും ഈ രീതിയിലുള്ള പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ളവർക്ക് വളരെയേറെ വേദനിക്കുമെന്നുള്ളത് ഒരു സത്യം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാര്യം ഇപ്പം ആലപ്പുഴ ജിംഖാനയോ മരണമാസോ കാണണമെന്നവർക്കങ്ങ് പോയി കാണാം. പക്ഷെ അത് മമ്മൂക്കയുടെ ബസുക്കയായിട്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സിനിമയായിട്ട് താരതമ്യപ്പെടുത്തി ഞങ്ങളത് മൂന്നാമതായി കാണത്തുള്ളൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിനെ ഇപ്പം ലാലേട്ടൻ്റെ കുറേ മമ്മൂക്കയുടെ സിനിമ സംബന്ധമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ലാലേട്ടൻ്റെ കുറേ ആരാധകർ വന്നിട്ട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള നടനെയും നടിയെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇതിൻ്റെ താഴെ കമൻസ് എഴുതും. വേണമെങ്കിൽ എന്നെ 2 ചീത്തയും വിളിക്കും. പക്ഷേ അത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. മറുപടി പറയാനുള്ളത് പറയും. അത് എനിക്ക് പറഞ്ഞ കണക്ക് ഇങ്ങോട്ടും കേൾക്കും, അങ്ങോട്ട് പറയാനുള്ളത് പറയുകയും ചെയ്യും. അതുകൊണ്ടൊന്നും എനിക്ക് അതൊന്നും പ്രശ്നമല്ല. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും എനിക്ക് വീണ്ടും ഒരു വീഡിയോയ്ക്കുള്ള ഒരവസരം ആരെങ്കിലും തരുന്നത്. ഞാൻ എടുത്തു വെച്ച് അതുപോലൊരു വീഡിയോ ഞാനങ്ങ് ചെയ്യും. പിന്നെ അത് വന്നിട്ട് പറയും അയ്യോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കണക്ക് സിനിമാ മേഖലകളിൽ നിന്ന് മമ്മൂക്കയുടെ ബസുക്കയ്ക്ക് തുടങ്ങി വെച്ച ഡീഗ്രേഡിങ് എനിക്ക് തോന്നുന്നു അത്രയും ശക്തമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ഒന്നും മമ്മൂക്കയുടെ ഈ ബസുക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധാരണ പ്രേക്ഷകരുടെ ഇടയിലില്ല. സാധാരണഗതിയിൽ മമ്മൂക്കയുടെ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ്, ഇത് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ഇതുപോലെ തന്നെ ഡീഗ്രേഡിംഗ് ഉണ്ടാവും. പക്ഷേ അത്രയും ഡീഗ്രേഡിംഗ് ഒന്നും ഞാൻ നോക്കിയിട്ട് ഇപ്പം ഈ സിനിമയ്ക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുമില്ല. പക്ഷേ സിനിമാ മേഖലകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഡീഗ്രേഡിങ്ങും സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ, അതായത് സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ ഒരു ഡീഗ്രേഡിങ്ങിന് തിരികൊളുത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് വേണ്ടെന്ന രീതിയിൽ പ്രേക്ഷകൻ ഏറ്റെടുത്ത് സിനിമയെ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് സിനിമ വലിയ രീതിയിലുള്ളത് വിജയത്തിലേക്ക് പോകും, അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനിടയ്ക്ക് ആരോ ഒരാൾ കൊണ്ടുവന്ന് കമന്റ് ഇടുന്നുണ്ട് അശ്വന്ത് കോക്കിന്റെ റിവ്യൂ വന്നോന്ന്. അത് ഞാനപ്പം മറുപടി പറഞ്ഞു, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് അയാളുടെ ചാനലിൽ പോയി നോക്കണം. അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടല്ലല്ലോ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയും, അയാളുടെ അഭിപ്രായം പറയും, അങ്ങനെ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയും. വ്യക്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആരും വന്ന് ആരോടും ചോദിക്കാറില്ല ഇന്നാരുടെ റിവ്യൂ വന്നോന്ന്. അത് നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ബുദ്ധിയും വിവരവും ബോധമുള്ളവനാണെങ്കിൽ അവൻ്റെ ചാനലിൽ പോയി നോക്കണം അവൻ്റെയൊക്കെ റിവ്യൂ വന്നിട്ടുണ്ടോ എന്ന്. അത് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് അവൻ്റെ റിവ്യൂ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും സിനിമ നല്ല രീതിയിൽ തന്നെ പോവും. അതിനിപ്പം ആര് എന്ത് പറഞ്ഞാലും ശരി. പിന്നെ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമയെ ലാലേട്ടൻ്റെ ഫാൻസുകാർ ഡീഗ്രേഡ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് ഡീഗ്രേഡ് ചെയ്യുന്നെങ്കിൽ ഇനിയും ഇവരുടെ എല്ലാവരുടെയും സിനിമകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും ഒന്നും ഈ സിനിമകൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കത്തില്ല. ഇനിയും സിനിമ വന്നുകൊണ്ടിരിക്കും. അവരെയൊക്കെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഇതുപോലെയൊക്കെ തന്നെ നമ്മളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഉള്ളിടത്തോളം കാലം നമ്മളൊക്കെ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും ബസ്സൊക്കെ ഒരു വലിയ വിജയത്തിലേക്ക് തന്നെ പോകും. അങ്ങനെ വരട്ടെ. ഒരു വലിയ ഈ നമ്മൾ പറഞ്ഞ ഈ വർഷം തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ബസ്സൊക്കെ മാറട്ടെ.